ഞാൻ പറയാൻ പോകുന്നത് റോറിംഗ് സ്റ്റാർ ബാലയാണ് എന്റെ ഒരു ഭക്തി പടത്തിനെ പറ്റിയാണ്. ഭക്തി മാത്രമല്ല, 2.5 മണിക്കൂറുള്ള പടത്തിൽ കഥ വെറും 30 മിനിറ്റും ബാക്കി 2 മണിക്കൂർ മോട്ടിവേഷൻ ക്ലാസും ഫൈറ്റും ഒക്കെയാണ്. ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇതിൽ ലോജിക്കിന് 5 പൈസയുടെ വില പോലും ഇവർ കൊടുത്തിട്ടില്ല. അപ്പോൾ പടം തുടങ്ങുന്നത് ഒരു ഓഞ്ഞ കാർഡ് സെറ്റിൽ ഒരു മ്യാരക വില്ലനെ കാണിച്ചുകൊണ്ടാണ്. മ്യാരകം എന്ന് പറഞ്ഞാൽ പോരാ, അതുക്കും മേലെയാണ്. അത്രയ്ക്ക് ബുദ്ധി കൂടിയ ഒരു വില്ലനാണ് ഈ മഹാൻ. അതെ, മോസ്റ്റ് വാണ്ടഡ് ഒക്കെ തന്നെയാണ്, പക്ഷെ ബുദ്ധി ഇല്ലെന്നേ ഉള്ളൂ. സ്വന്തം ജീപ്പിൽ സ്വന്തമായിട്ട് തന്നെ റോക്കറ്റ് വിട്ട മഹാനാണ് ഈ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ. അങ്ങനെ നമ്മുടെ വില്ലൻ നേരെ പോയി ഒരു സ്വാമിയുടെ കൊങ്ങയ്ക്ക് പിടിച്ച് എയറിൽ കയറ്റും. അങ്ങനെ മറ്റൊരു സ്ഥലത്ത് വേറൊരു സ്വാമി രാത്രിയാതെ ഒരു വീട്ടിൽ കയറി ചെന്ന് ഇരട്ടപ്പറ്റ കുട്ടികളിൽ ഒരു കുട്ടി ഫ്രീ ആയിട്ട് തരുമോ എന്ന് ചോദിച്ചു. നീ എടുത്തോളൂ എന്ന് പറഞ്ഞ അച്ഛൻ അങ്ങനെ ആ കുട്ടിയെ എടുത്തോണ്ട് നേരെ പോയി വേറൊരു സ്വാമിയുടെ സഞ്ചിയിൽ കൊണ്ടിടും. ഡേ ഇത് അത് തന്നെ, കുട്ടികളെ തട്ടിക്കൊണ്ട് പോക്കൽ. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ നല്ലവനായ ബാലയുടെ എൻട്രിയാണ്. അതും 2 വലിയ മാടുകളുടെ ഇടയിൽ കൂടെ. ഓ മാസ് തന്നെ മാസ്. ഇത്രയും മാസ് പോരാഞ്ഞിട്ട് അണ്ണന് നോ ലോജിക് ഫൈറ്റും കൂടെ വേണോ? അപ്പോഴാണ് ആ നാട്ടിൽ തന്നെ ഒരു കുട്ടി പുതിയതായിട്ട് വന്ന് കളക്ടറായിട്ട് ജോയിൻ ചെയ്യുന്നത്. വന്ന ദിവസം തന്നെ ഇവൾക്ക് മനസ്സിലാവും ബാലയുടെ പട്ടിഷു മാതിരി ബിൽഡപ്പും ആഡംബരവുമാണ് അണ്ണന്റെ വരവ്. പോരാത്തതിന് കുറച്ച് മോട്ടിവേഷൻ പ്ലസ് സ്വന്തമായിട്ട് പൊക്കി പറച്ചിലും. അതും പോരാഞ്ഞിട്ട് നന്മകൾ മാത്രമേ ഇതുവരെ ചെയ്തിട്ടുള്ളൂ. അതായത് ഒരു പാവം നന്മ മരമാണെന്ന്. ഇതൊക്കെ കേട്ടപ്പോൾ തന്നെ ഇവൾക്ക് അണ്ണന്റെ അടുത്ത് ക്രഷ് അടി. പിന്നെ ഒരു 1/2 മണിക്കൂർ ഇവർ രണ്ടുപേരുടെയും അൺസഹിക്കബിൾ റൊമാൻസ് ആണ്. അത് കഴിഞ്ഞൊരു പാട്ടും, പാട്ടിനിടയിൽ ബാലയുടെ കുറച്ച് ടഫ് സ്റ്റെപ്സുമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡയറക്ടർ ബാലയെടുത്ത് വന്ന് പറയുന്നത് ഇനി റൊമാൻസ് ചെയ്യാൻ സമയമില്ല, അതുകൊണ്ട് ഒരു പാട്ടിൽ തന്നെ റൊമാൻസും എൻഗേജ്മെന്റും കല്യാണവും കൊച്ചു ജനിക്കുന്നതും ഒക്കെ ചെയ്യണമെന്ന്. അങ്ങനെ അതൊക്കെ 3 മിനിറ്റിൽ തന്നെ ഒതുക്കി. അപ്പോഴാണ് ഒരു ആശുപത്രിയിൽ കുറെ കുട്ടികളെ വയ്യാതായി അഡ്മിറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇതിനൊക്കെ കാരണമായവരെ തൂക്കാൻ വേണ്ടി അണ്ണൻ ആനക്കിടുന്ന ചങ്ങല അയച്ചുകൊണ്ട് നേരെ വില്ലന്മാരുടെ ഏരിയയിലേക്ക് പോകും. പിന്നെ നടക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ബാലയുടെ വക ഒരു നോ ലോജിക് തുലിഞ്ഞ അടിയാണ്. അങ്ങനെ അടിയൊക്കെ തീർന്നപ്പോഴാണ് 2ാമത്തെ വില്ലന്റെ വരവ്. ഇവർക്ക് 2 പേർക്ക് എന്ത് പറ്റിയെന്ന് അറിഞ്ഞാൽ പേ പിടിച്ചതുപോലെയാണ് പെരുമാറുന്നത്. என்னோட மோத முடியாது, என்ன தாங்கிக்க முடியாது. நான் மிருகண்டா, நான் அத வேட்டையாடுற சிங்கம். வாடா வாடா. ഇതെന്തോന്നടി. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞാണ് നേരെ ആശുപത്രിയിൽ എത്തിയതും അവിടെ ബോംബ് പൊട്ടി എല്ലാവരും പടമാണ്. അങ്ങനെ ബോംബ് പൊട്ടി 2 മിനിറ്റ് ആയപ്പോഴേക്കും ന്യൂഡൽഹിയിലുള്ള ആളുകളൊക്കെ പറന്ന് ഇവിടെ എത്തും. എന്നിട്ട് അണനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. അപ്പോഴേക്കും ബാലയുടെ മോൾക്ക് ഇത്തിരി പനി വരും. ഇത് കണ്ടത് ഒരു താറ് എടുത്തോണ്ട് ഒരൊറ്റ വിടലാണ്. കൂടെ വെച്ച് പിടിക്കാൻ വേണ്ടി വില്ലന്റെ ടീംസും. അങ്ങനെ ഓടിച്ചോടിച്ച് ഇവള് ഏതൊരു വലിയ ഗുഹയിലേക്ക് എത്തും. അവിടെ നമ്മുടെ 2ാമത്തെ ബാലയെ കൂർക്കം വലിച്ചുകൊണ്ട് സുഖമായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ വില്ലനും ടീംസും ബാലയുടെ സുഖ ഉറക്കത്തിനെ ശല്യം ചെയ്യും. പിന്നെ ഒരു 1/2 മണിക്കൂർ ബാലയുടെ വക നോലോജിക്ക് ഓഞ്ഞ ഫൈറ്റും കുറച്ച് മോട്ടിവേഷനും. ഇതൊക്കെ കഴിഞ്ഞ് ബാല നേരെ വീട്ടിലേക്ക് വരും റെസ്റ്റ് എടുക്കാൻ വേണ്ടി. അപ്പോഴേക്കും ഇവരെ ഫാമിലി മൊത്തത്തോടെ തൂക്കിക്കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകും. അവിടെ നമ്മുടെ ബാലയെ എത്തി അവരെല്ലാരും അടിച്ച് നേരെ നമ്മുടെ മെയിൻ വില്ലന്റെ അടുത്തേക്ക് പോകും. എന്നിട്ട് വില്ലൻ ഒരു വാണിംഗും കൊടുത്തിട്ട് തിരിച്ചു പോകും. ബൈ ദ ബൈ അവിടെ വെച്ച് വില്ലനെ തീർത്തിരുന്നെങ്കിൽ ബാക്കി 1 മണിക്കൂർ നമുക്ക് കട്ട് ചെയ്യായിരുന്നു. ഇനി അങ്ങോട്ട് നമ്മുടെ ബാലയുടെ വക കുറച്ച് ക്ലാസ്സുകളാണ്. സ്വന്തം അമ്മയ്ക്ക് ക്ലാസ് എടുക്കൽ, തൊട്ടപ്പുറത്ത് അമ്പലത്തിൽ പോയി ക്ലാസ് എടുക്കൽ. അങ്ങനെ ക്ലാസ് എടുത്ത് നേരെ പോയി 2ാമത്തെ വില്ലനെ പടമാക്കും. അപ്പോഴേക്കും നമ്മുടെ മെയിൻ വില്ലൻ ഏതൊരു കാട്ടുവാസിയെ വിളിച്ചോണ്ട് വന്ന് ബാലയെ തീർക്കാൻ വേണ്ടി വരും. അപ്പോഴേക്കും നമ്മുടെ 2 ബാലയും ചേർന്ന് എല്ലാവരെയും തീർക്കും. അതോടെ പടം തീർന്നു.